അപ്പോൾ ലോഡഡ് ഫ്രൈസ് ഇത്ര ഉള്ളൂ എന്ന് എനിക്കിത് ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമുക്കിത് വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ ചിക്കൻ്റെ കുറച്ച് ബോണസ് ആയിട്ടുള്ള പീസ് എടുക്കുക. അത് ഞാൻ ഇത്തിരി നീട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ അതിനകത്തേക്കൊന്നുമില്ല, ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്തിരി കോൺഫ്ലവർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ സോയ സോസ്, ആവശ്യത്തിന് ഉപ്പിട്ട് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വേറൊരു പാൻ എടുക്കുക, അതിനകത്ത് ബട്ടർ ഇടുക, പിന്നെ അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി നല്ലോണം ചോപ്പ് ചെയ്തിടുക, ഒരു സ്പൂൺ മൈദ ഇടുക. അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും എന്താ പാലാണ് ഞാൻ ഒഴിച്ചേക്കണത്. അത് തിള വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അത് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു സോസ് റെഡിയായി. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനിലോട്ട് കുറച്ച് മൈദ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിങ്ങനത്തെ ഒരു പരുവത്തിലെടുക്കുക. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പകുതി പണി കഴിഞ്ഞ് ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് അധികം കളറ് മാറണ്ട. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ റെഡിയാക്കാതെ, അതും കൂടെ റെഡി കഴിഞ്ഞിട്ടതേ നമുക്ക് സെറ്റ് ചെയ്യൽ പരിപാടിയിലോട്ട് നടക്കാം. അധികം കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇടുക, പിന്നെ നമ്മൾ ചിക്കൻ പീസ് അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മീതെ നമ്മുടെ ക്രീം ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിനകത്ത് എൻ്റെ അടുത്ത് കുറച്ച് മയണൈസ് അങ്ങനത്തെ ടൈപ്പ് ഉണ്ടായിരുന്നതാണ്, അതും പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ സോസോ എന്താണെന്ന് വെച്ചാൽ അത് ഇടുക. അതിൻ്റെ മീതെ കുറച്ചും കൂടി ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് വീണ്ടും റിപ്പീറ്റേഷൻ. സംഭവം റെഡി. കിടക്കാഴ്ചയാണ്. എന്തായാലും നമ്മൾ കടയിൽ നിന്നൊക്കെ എത്ര കൊടുത്താൽ മേടിക്കണേ, സിമ്പിളായിട്ട് ഉണ്ടാക്കാം.